ഒരു രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ശ്രീ പിണറായി വിജയൻ ക്യാപ്റ്റനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ PR ഏജൻസി പറയുന്നു. ഇപ്പുറത്ത് സ്വാഭാവികമായും ഏതൊക്കെയോ ചില മാധ്യമങ്ങൾ പറഞ്ഞു. ഇനിയും അതിനെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് വന്നിട്ട് ഓൺ ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ വന്നിട്ട് ഞാൻ ക്യാപ്റ്റനാണെന്ന് ആരും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരമുള്ള കാര്യങ്ങളൊന്നും കോൺഗ്രസ് ലീഡർഷിപ്പ് തന്നെ, ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പ് തന്നെ ഓൺ ചെയ്യുന്നില്ല. ജനങ്ങളാണ് ക്യാപ്റ്റന്മാർ. ഞങ്ങൾ ജനങ്ങളെന്ന് പറയുന്ന ക്യാപ്റ്റന്മാരുടെ പിന്നിൽ അണിനിരക്കുന്ന പടയാളികൾ മാത്രമാണെന്നുള്ള ബോധ്യം എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വാർത്തകളിലൂടെയൊക്കെ ചില കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ നോക്കുമ്പോഴും നേതാക്കന്മാർക്കിടയിൽ ആ കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല. അവർ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഞങ്ങൾ ആരും അങ്ങനെ ക്യാപ്റ്റന്മാരല്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ. അല്ല, അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം ഞാൻ കണ്ടു. അദ്ദേഹത്തോടുള്ള മാധ്യമങ്ങളുടെ പ്രതികരണത്തിനകത്തൊരു ഇൻ്റർഫിയറൻസ് ഉണ്ടാകുന്ന ഘട്ടം വരെ അദ്ദേഹം ഈ ക്യാപ്റ്റൻ വിളിയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ക്യാപ്റ്റൻ വിളി എന്ന് പറയുന്നത് ആരെയാണ് വിളിച്ചത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ക്യാപ്റ്റൻ വിളിയോട് കൂടിയിട്ട് അശ്ലീലമായി. ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു ക്യാപ്റ്റനും ഒന്നും പ്രസക്തിയില്ലല്ലോ. ജനാധിപത്യമല്ലേ ഇത്? ജനാധിപത്യത്തിൽ നമ്മൾ ജനപ്രതിനിധികളാകാനേ പറ്റത്തുള്ളൂ. ഇത് ക്യാപ്റ്റൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അതിനകത്തൊരു ജനാധിപത്യ സ്വഭാവം നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തല ആ ക്യാപ്റ്റൻ വിളി എന്ന കോയിനേജിനെയാണ് വിമർശിച്ചത്. അത് നമ്മുടെ അറിവിൽ അത്തരത്തിലുള്ളൊരു PR എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ളൊരു വിമർശനം, അത് ഞങ്ങളെല്ലാവരും എല്ലാ കാലത്തും പറയുന്ന വിമർശനമാണ്. ആ വിമർശനം തന്നെയാണ് അദ്ദേഹം ക്യാരി ചെയ്തത്. രാഷ്ട്രീയം ഒരു കളിയല്ലല്ലോ. രാഷ്ട്രീയം വളരെ ഗൗരവമുള്ളൊരു കാര്യമല്ലേ? അല്ല, രാഷ്ട്രീയം വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് നന്നായി നയിക്കുന്ന ആളുകൾക്ക് ഇതിനകത്ത് നേതാക്കന്മാരുടെ അതാത് ഡെസിഗ്നേഷൻസ് ഉണ്ട് അല്ലേ? നന്നായി നയിക്കുന്നയാൾ, ഇപ്പം പാർലമെൻ്ററി പാർട്ടിയിൽ നന്നായി നയിക്കുന്നയാൾ പാർലമെൻ്ററി പാർട്ടി നേതാവാകുന്നുണ്ട്. പാർട്ടിയെ നന്നായി നയിക്കുന്നയാൾ പാർട്ടിയുടെ പ്രസിഡന്റ് ആകുന്നുണ്ട്, ജനറൽ സെക്രട്ടറിമാരാകുന്നുണ്ട്, വൈസ് പ്രസിഡന്റുമാരാകുന്നുണ്ട്, വിവിധ ഘടകങ്ങളിൽ നേതൃത്വപരമായിട്ടുള്ള പദവികളിൽ എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനാധിപത്യത്തിൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു കളിയല്ലല്ലോ ഇത്. അതിനകത്ത് ഇന്നലെ ഉണ്ടായ ആ പത്രസമ്മേളനത്തിൽ പോലും, പത്രസമ്മേളനമല്ല, ഒരു ചാനലിന് കൊടുത്ത പ്രത്യേകമായ അഭിമുഖമാണ്. ആ അഭിമുഖത്തിൽ പോലും ശ്രീ VD സതീശൻ നേടിയ വിജയങ്ങളെ പൂർണ്ണമായി എൻഡോഴ്സ് ചെയ്യുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ദൗർഭാഗ്യവശാൽ നെഗറ്റീവ് വാർത്തകൾ കൊടുക്കാൻ താല്പര്യപ്പെടുത്തിയിരിക്കുന്നൊരു കാലത്ത് അത് വാർത്തയായിരുന്നേ ഉള്ളൂ. ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ മുക്തകണ്ഠം അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങളെല്ലാവരും കണ്ടതാണ്. അതിനകത്തൊന്നും ഇവിടെ ഒന്നും ആർക്കും തർക്കമില്ലല്ലോ. ഇത് എല്ലാവരുടെയും കൂടെ വിജയമാണ്. പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയുടെ വിജയമല്ല, ഇതൊരു ടീമിൻ്റെ വിജയമാണ്. ആ ടീമിൻ്റെ വിജയമായിട്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നു, എല്ലാ നേതാക്കന്മാരും പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്കോപ്പ് നിങ്ങൾക്കില്ല. ഏതാ കോൺഗ്രസിന് എന്തിനാ അങ്ങനെ ക്യാപ്റ്റൻ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ ഞാനാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ? ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയത്തിൽ എന്താ ക്യാപ്റ്റൻ? രാഷ്ട്രീയത്തിൽ ക്യാപ്റ്റൻ അല്ല നേതാവായിട്ട് അല്ലെങ്കിൽ ഇതിനെ ലീഡ് ചെയ്യുന്ന ആളായിട്ട് ജനങ്ങൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ കൽപ്പിച്ചു കൊടുക്കുന്നതിനകത്ത് സന്തോഷമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രത്യേകത, UDFൻ്റെ ഒരു പ്രത്യേകത, ഹാൻഡ്ഫുൾ ഓഫ് പോപ്പുലസ് ലീഡേഴ്സ് ഉള്ള പ്രസ്ഥാനമാണ് UDFും കോൺഗ്രസും ഒക്കെ. നിങ്ങൾക്ക് അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏക ധ്രുവ ലോകത്തെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ഒരൊറ്റ സൂര്യന് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ഉപഗ്രഹങ്ങളെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പം നിങ്ങൾ തന്നെ പലപ്പോഴും മുഖ്യമന്ത്രി ചർച്ചകൾ എടുത്തിടാറുണ്ടല്ലോ. നിങ്ങൾ മുഖ്യമന്ത്രി ചർച്ച എടുത്തിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് 1/2 ഡസൻ പേരുകൾ പറയാൻ പറ്റുന്ന രീതിയിൽ പൊളിറ്റിക്കലി എക്യുപ്ഡ് ആണ് ഞങ്ങൾ. അത്രയേറെ വലിയ നേതാക്കന്മാരിൽ സമ്പന്നമാണ്. അത് ഞങ്ങളുടെ ഒരു പ്രൈഡ്, പ്രസ്റ്റീജായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. നേതൃ സമ്പത്ത് ജനങ്ങൾ ഉൾക്കൊള്ളുന്ന നേതാക്കന്മാർ. എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ചെന്ന് നിന്നാൽ ആൾ കൂടുന്ന നേതാക്കന്മാരുള്ളത് ഞങ്ങളുടെ സമ്പത്താണ്.